എത്ര കഴിച്ചാലും മതി വരാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് മന്തി. ഇതുപോലെ മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കൂ. അത്രയും രുചിയുള്ള നല്ലൊരു മന്തി റെസിപ്പിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ ആദ്യം തന്നെ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിന്. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിന്. അത്യാവശ്യം വലിയ പീസ് തന്നെ ആക്കിയെടുക്കാം മന്തിക്കെല്ലാം ബീഫ് എടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായി, 3 ഗ്രാമ്പു, ഒരു ചെറിയ 3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലി. ഇത് ഒഴിവാക്കാണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. മല്ലി നല്ല ടേസ്റ്റാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരു വലിയ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലി പുതിനയില കട്ട് ചെയ്തത്. ക്യാപ്സിക്കം ഞാൻ റെഡും യെല്ലോ ആണ് എടുത്തിന്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മന്തി മസാല. മന്തി മസാലൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 2 ചിക്കൻ്റെ സ്റ്റോക്ക്. ചിക്കൻ്റെ സ്റ്റോക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് കിട്ടുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്, ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉപ്പുള്ളതാണ്. പിന്നെ ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. എന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ ബീഫിലേക്ക് മസാലയെല്ലാം പിടിച്ചോളൂ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 കപ്പ് ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ ഒരു മന്തി റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല റൈസും എടുക്കാം. പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല അരി നോക്കിയിട്ട് തന്നെ എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ചു വെക്കാം. 20 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ബീഫ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്, ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകരുത്, അരക്കപ്പോളം മതി. ബീഫ് വേവാനുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. എന്നാലും ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 വേവായാൽ മതി, ഫുള്ളായിട്ട് വെന്ത് പോകണ്ട. ബാക്കി ദമ്മിൽ നിന്നാണ് വേവേണ്ടത്. അപ്പോൾ ഒരു 1/4 വേവാകുന്നത് വരെ വേവിക്കുക. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുമ്പോഴത്തേക്ക് ഒരു 1/4 വേവായിക്കോളും. ഓരോ ബീഫിലും വേവിൽ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ ബീഫ് ഒരു 5 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിന്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എണ്ണ തെളിയുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അത് അവിടുന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 3 ഏലക്കായി, 3 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം പട്ട ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 2 ബേ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതെല്ലാം എണ്ണയിൽ കടന്നിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയൊരു സവാളൻ്റെ പകുതി സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി സവാള അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഡ്രൈഡ് ലെമണും കൂടെ ചേർത്ത് കൊടുക്കുക. ലെമൺ ചേർക്കുമ്പോൾ ഒന്ന് കഴുകുക. പിന്നെ കത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് 2-3 ഓൾസ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലാണ് ആ ഒരു ലെമണിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ ചോറിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കൻ്റെ സ്റ്റോക്ക് ആ ഒരു ചൂട് തട്ടുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിരാനായിട്ട് വെച്ച അരി 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒരു അരിപ്പയിലേക്ക് ഊറ്റി കളഞ്ഞിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളം ഊറ്റി കളയണം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വറുത്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. അന്നേരമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്.
ആ ഒരു സമയം കൊണ്ട് നമ്മൾ തിളക്കാനായിട്ട് വെച്ച ബീഫ് എന്തായി നോക്കാം. ബീഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആ ഒരു ഗ്രേവിയെല്ലാം ഒന്ന് തിക്കായി എണ്ണ തെളിയുന്ന ആ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. അതുവരെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അത് അവിടെ നിന്ന് റെഡി ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മളെ റൈസ് 1 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ വറുക്കാനായിട്ട് തുടങ്ങിയിട്ട് നന്നായിട്ട് വറുത്ത് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കൽ. അത്യാവശ്യം നല്ലോണം വേവുന്ന രീതിയിലുള്ള വെള്ളം. ഒരുപാട് വേവ് കൂടിപ്പോവുകയും ചെയ്യില്ല, കുറഞ്ഞു പോവുകയും ചെയ്യില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ, ഓരോ ആൾ 1.5 കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുക്കലുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ റൈസ് വെക്കൽ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് മറക്കരുത്, അല്ലെങ്കിൽ വേവിൽ വ്യത്യാസം വന്നു പോവും. അടച്ച് വെക്കണ്ട കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ ഈ ഒരു വെള്ളം വറ്റിക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വെള്ളം നല്ലോണം വറ്റി വരേണ്ട രീതിയിൽ ആവുകയും ചെയ്യരുത്, കൂടുതൽ വെള്ളം ഉണ്ടാവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിലാണ് വെള്ളം വറ്റിച്ചെടുക്കേണ്ടത്. പിന്നെ നെയ്ച്ചോറ് ചെയ്യുന്നത് പോലെ നമ്മൾ ഈ വെള്ളം വറ്റിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും അടച്ചു വെക്കുന്നില്ല. ആ ഒരു വെള്ളം ഒന്ന് വറ്റിക്കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പോൾ ഞാൻ ആ ചോറെല്ലാം അങ്ങ് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബീഫ് എണ്ണ തെളിയുന്ന ആ ഒരു പരുവത്തിലായപ്പോൾ ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടേനു. അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ മുകളിൽ തെളിഞ്ഞു കിടക്കുന്ന എണ്ണ ഞാൻ കോരി മാറ്റുന്നുണ്ട്, നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് മുഴുവനും ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്ത് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇതുപോലെയാണ് ഗ്രേവി ഞാൻ കോരി മാറ്റിന് കേട്ടോ. ആ ഒരു എണ്ണയും പിന്നെ കുറച്ച് ഗ്രേവിയും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചോറിൽ നിന്ന് പകുതി ചോറ് ആദ്യം ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ച ആ ഒരു എണ്ണയും കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ, അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഗ്രേവിയോട് കൂടെ തന്നെ ഇതുപോലെ എടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാ ചോറിലേക്കും നന്നായിട്ട് ആ ഒരു ഗ്രേവിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം നന്നായിട്ട് പിടിക്കും. ആ ഒരു എണ്ണയും കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചോറ് മുഴുവനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് പാലിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല, പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ ഇതാ ബാക്കി വരുന്ന ആ ഒരു എണ്ണയും പിന്നെ ഗ്രേവിയും ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചെറിയ കഷ്ണം അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ചാർക്കോൾ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ ബൗളോ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ചാർക്കോൾ കത്തിച്ചത് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പുകഞ്ഞ് വരും. ആ ഒരു സമയത്ത് അലൂമിനിയം ഫോയിൽ കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പുക പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം മൂടി കൊണ്ട് അടച്ചിട്ട് ചെറിയ തീയിൽ ഒരു 1/2 മണിക്കൂറോളം ഇതൊന്ന് ദം ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ദം ചെയ്താൽ അത്രയും നല്ലതാണ്. ബാക്കി ബീഫെല്ലാം വേവുന്നത് ഈ ഒരു ദമ്മിലാണ്. നമ്മൾ ദം ചെയ്ത് കഴിഞ്ഞാലും അടുപ്പ് ഓഫാക്കിയാൽ ഉടനെ തന്നെ ഇത് തുറക്കരുത്. അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക, അതിനുശേഷം തുറക്കുക. അങ്ങനെ ഞാനൊരു 3/4 മണിക്കൂറോളം ദം ചെയ്യാനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി ആ ചാർക്കോളൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മുകളിലത്തെ ആ ഒരു ചോറ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അടിയിലത്തെ ആ ഒരു ബീഫും ഇതൊന്ന് മിക്സാക്കാണ്ട് മുകളിലത്തെ ചോറെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ഗ്രേവിയോട് കൂടെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും നല്ലൊരു ആ ഒരു മസാലൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫ് മന്തി. ഞാൻ അധികവും 3/4 മണിക്കൂർ തന്നെയാണ് ദം ചെയ്യാനായിട്ട് വെക്കൽ. സമയം കുറവാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. ആ ചോറെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഈ ചോറ് മാത്രം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അടിയിലത്തെ ആ ഒരു പീസൊന്നും വരാണ്ട് ചോറ് മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കോരി മാറ്റുക. അപ്പോൾ 3/4 ഭാഗം ചോറും ഞാൻ ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട്. അടിയിൽ ബീഫും ആ ഒരു ഗ്രേവിയും കുറച്ച് ചോറും അവിടെ നിന്നോട്ടെ. ബാക്കി ചോറ് മുഴുവനും ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ഞാൻ ഈ ഒരു ബീഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊടുമ്പം തന്നെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, തൊടാൻ തന്നെ പറ്റുന്നില്ല. തൊടുമ്പം തന്നെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക്
സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോരി മാറ്റിയ ആ ഒരു ചോറ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം സർവിങ് പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്യാം. അതിനുശേഷം ഇതാ ബീഫിൻ്റെ പീസെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആ ഒരു മസാലയോട് കൂടിയാണ് ആ ഒരു ബീഫിൻ്റെ പീസ് ഉള്ളത്. അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാവരും ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മന്തി റെസിപ്പിയാണ്. ഗസ്റ്റ് വരുമ്പോഴും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി തിളങ്ങാനും കൂടെ പറ്റിയ നല്ലൊരു മന്തി റെസിപ്പിയാണ്. ചിക്കൻ മന്തിൻ്റെയും മട്ടൻ മന്തിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും അടിപൊളി മന്തി തന്നെയാണ്. പിന്നെ മന്തി മസാലൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ലിങ്കെല്ലാം ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.